ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒ പിയിൽ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണ്. അത് 40 വയസ്സ് ഉള്ള ഒരു രോഗിയാണ്. അപ്പോൾ അവർക്ക് മെയിൻ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഇൻഫെക്ഷൻ വരും. അപ്പോൾ ആദ്യം പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്. ഇൻഫെക്ഷൻ വരും, മരുന്ന് കഴിക്കും, കൾച്ചർ ചെയ്ത് നോക്കിയിട്ട് ആൻറ്റിബയോട്ടിക്സ് കഴിക്കും, അത് ഇൻഫെക്ഷൻ മാറും, പിന്നെ വേറെ അസുഖമായൊന്നും കാണത്തില്ല. പിന്നെയും ചിലപ്പോൾ ഒരു 2 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ കഴിയുമ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ വരും. ഇങ്ങനെ കൂടെ ഇൻഫെക്ഷൻ വരും. പക്ഷേ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴേ അവർ നോക്കി ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കും. യൂറിനകത്ത് നോക്കും, കൾച്ചറിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകും. അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയുമ്പം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പം വെറും ഒരു യൂറിനറി ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് തന്നെത്താനെ രോഗി ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ സെയിം ആൻറ്റിബയോട്ടിക് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇവിടെ വന്ന് ഇനി എന്തെങ്കിലും കാരണമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പം നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി. യൂറിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ട്. ഇൻഫെക്ഷൻ ഡോക്യുമെൻറ്റ് ചെയ്തു. കൾച്ചർ നോക്കിയപ്പോൾ അതിനകത്ത് പോസിറ്റീവാണ്. അൾട്രാസൗണ്ട് ചെയ്ത് നമ്മളിവിടെ വീണ്ടും ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി. അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കിഡ്നീസൊക്കെ നോർമലാണ്. വേറെ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല. എന്നാൽ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇങ്ങനെ കൂടെ ഇൻഫെക്ഷൻ വരുമല്ലോ. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചു എന്നാലൊരു CT സ്കാൻ എടുത്ത് നോക്കാം, ഒരു പ്ലെയിൻ CT സ്കാൻ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. CT സ്കാൻ അഡ്വൈസ് ചെയ്തു. അപ്പോൾ പേഷ്യൻ്റ് തന്നെ ചോദിച്ചു, ഇതിൻ്റെ ആവശ്യമുണ്ടോ ഡോക്ടറെ, എല്ലാം നോർമലാണല്ലോ, എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എന്നാൽ എന്തെങ്കിലും കാരണങ്ങളുണ്ട് നമ്മൾ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി CT സ്കാൻ എടുത്ത് നോക്കാം. CT സ്കാൻ എടുത്ത് നോക്കിയപ്പം ഈ കിഡ്നിയിൽ വരുന്ന യൂറിറ്ററിൻ്റെ താഴത്തെ എൻഡിൽ ഒരു ചെറിയ സ്റ്റോണുണ്ട്. ഈ സ്റ്റോണ് ഒരു പ്രത്യേക രീതിയിലുള്ള സ്റ്റോണാണ്. ഈ സ്റ്റോൺ എനിക്കൊന്ന് വളരെ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റോണായിരിക്കും. ഈ സ്റ്റോൺ കിഡ്നിയിൽ ഫോം ചെയ്തിട്ട് താഴെ യൂറിറ്ററിൽ വന്നിട്ട് അവിടെ ചെറിയൊരു സ്യൂഡോ ഡൈവർട്ടിക്കുലം എന്ന് പറഞ്ഞൊരു ചെറിയൊരു പൗച്ച് പോലെ ഉണ്ടായി. ആ പൗച്ച് ഉണ്ടായതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ യൂറിന് ബ്ലോക്ക് വരത്തില്ല. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നീസൊക്കെ നോർമലായിരിക്കും. ഇൻഫെക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. വേറെ അങ്ങനെ യൂറിൻ ബ്ലോക്ക് ആകുന്നുള്ള പെയിനോ അങ്ങനെയുള്ളതൊന്നും കാണത്തില്ല. പക്ഷേ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോൺ ഉണ്ട്. ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി. യൂറിട്രോസ്കോപ്പി നോക്കിയപ്പം ഈ ഡൈവർട്ടിക്കൽ സ്യൂഡോ ഡൈവർട്ടിക്കൽ, അതായത് ഈ സ്റ്റോൺ ഇരുന്നിരുന്ന് ചെറിയ വ്രണം പോലെ വന്നിട്ട് അത് വെളിയിലോട്ട് തള്ളി, ട്യൂബിൻ്റെ വെളിയിലോട്ട് തള്ളിയിട്ട് ഒരു പൗച്ച് പോലെ ആയിട്ട് അതിനകത്തായി സ്റ്റോൺ ഇരിക്കുന്നത്. അതുകൊണ്ട് ബ്ലോക്കില്ല, പക്ഷേ ഇൻഫെക്ഷൻ ഈ ഫോറിൻ ബോഡി ഇരിക്കുന്നതുകൊണ്ട് ഇൻഫെക്ഷൻ വന്നുകൊണ്ടേ ഇരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആ സ്റ്റോൺ നമ്മൾ പൊടിച്ച് കളഞ്ഞിട്ട് ആ ഡൈവർട്ടിക്കൽ ഒന്നുകൂടെ ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്റ്റെൻറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞു. ഒരു 4 വീക്സോളം വെച്ചു. അതിനുശേഷം നമ്മൾ രണ്ടാമത് നോക്കി, യൂറിട്രോസ്കോപ്പ് വെച്ച് വീണ്ടും ആ ഡൈവർട്ടിക്കലൊക്കെ നോക്കി. സ്റ്റോണെല്ലാം കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു. ഡൈവർട്ടിക്കൽ ഓൾമോസ്റ്റ് ഹീൽഡായി. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പേഷ്യൻറ്റിനോട് പ്രത്യേക കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ വരാനായിട്ട് ഉള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു 6 ആഴ്ചയായിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല. പേഷ്യൻ്റ് കംഫർട്ടബിളാണ്. ഇത് പറയാനുള്ള കാരണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ ഡോക്ടറോട് ചോദിച്ചില്ലെങ്കിലും മനസ്സിൽ വിചാരിക്കും ഇത്രയും ടെസ്റ്റുകൾ ഇതിന് ആവശ്യമുണ്ടോ, ഇത് ആവശ്യമില്ലാത്തൊരു ടെസ്റ്റല്ലേ എന്ന് നമ്മൾ തമ്മിൽ മനസ്സിൽ വിചാരിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയും. പക്ഷേ ചില സമയങ്ങളിൽ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലുള്ള കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്താൽ ഈ ഇൻഫെക്ഷൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ശാശ്വത പരിഹാരമാവുകയും ചെയ്യും. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.